മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് മോഹൻലാൽ. സെൻട്രൽ ടാക്സ്, സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന GST ദിനാഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥി മോഹൻലാലായിരുന്നു. GST രാജ്യത്ത് നടപ്പാക്കി 8 വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ മടങ്ങാനായി കാറിൽ കയറിയതിൻ്റെ ഇടയിൽ മോഹൻലാലിൻ്റെ കണ്ണിൽ മൈക്ക് കൊണ്ട് കുത്തി മാധ്യമപ്രവർത്തകൻ കുത്തിയതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ പുറത്തേക്ക് ഇറങ്ങി വന്നതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കാനായി ചുറ്റും തടിച്ചുകൂടുകയായിരുന്നു. മാധ്യമപ്രവർത്തകർ ചോദിച്ച വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ഞാൻ അറിഞ്ഞിട്ട് പ്രതികരിക്കാമെന്ന് മോഹൻലാൽ മറുപടി നൽകുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ വിടാതെ മാധ്യമപ്രവർത്തകർ ചുറ്റും വളയുകയായിരുന്നു. അതിനിടയിൽ ബൈറ്റിനായി മാധ്യമപ്രവർത്തകരിൽ ഒരാൾ നടൻ്റെ മുഖത്തേക്ക് നീട്ടിപ്പിടിച്ച മൈക്ക് കണ്ണിൽ തട്ടുകയും ചെയ്തു. ശേഷം പോലീസുകാർ ഇടപെട്ട് മാധ്യമപ്രവർത്തകരെ നിയന്ത്രിച്ചിട്ടാണ് അദ്ദേഹത്തിന് കാറിൽ കയറാൻ കഴിഞ്ഞത്. മൈക്ക് തട്ടി കണ്ണിന് വേദന അനുഭവപ്പെട്ടതോടെ അല്പനേരം മോഹൻലാൽ സ്തംഭതനായി നിൽക്കുകയായിരുന്നു. വേദന അനുഭവപ്പെട്ടിട്ടും രോഷാകുലനാകാതെ പതിവ് സ്റ്റൈലിൽ എന്താ മോനെ, കണ്ണിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ച് കാറിൽ കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാഹനത്തിൻ്റെ ഡോർ അടയ്ക്കും മുമ്പ് മോനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് തമാശയായി മോഹൻലാൽ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് മോഹൻലാലിൻ്റെ ക്ഷമയെ പ്രശംസിച്ച് എത്തുന്നത്. മറ്റേതൊരു സെലിബ്രിറ്റി ആയിരുന്നുവെങ്കിലും രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് കമൻറ്റുകൾ വരുന്നത്. സെലിബ്രിറ്റി ആണെങ്കിൽ കൂടിയും അവിടെയും സ്വകാര്യതയെ മാനിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ പെരുമാറ്റത്തെ വിമർശിച്ചും കമൻറ്റുകൾ വരികയാണ്. മോഹൻലാൽ ഒരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പലതും കാണും എന്ന് കരുതി ചോദിച്ച വിഷയം ഞാൻ അറിഞ്ഞില്ല, അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടും പോലീസിൻ്റെ വലയത്തിന് മുകളിലൂടെ ചാടി അങ്ങേരുടെ കണ്ണിൽ മൈക്ക് കൊണ്ട് കുത്തിയത് എന്തൊരു മര്യാദകേടാണ്. ലാലേട്ടനായതുകൊണ്ട് തിരിഞ്ഞു നിന്ന് ഒരു മോശം വാക്കുപോലും പറയാതെ എന്താ മോനെ ഈ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് അങ്ങ് പോയി. കണ്ണിലാണ് കുത്തുകൊണ്ടത്, അങ്ങേർക്ക് നല്ലോണം വേദനിച്ചിട്ടുണ്ട് എന്ന് ആ റിയാക്ഷനിൽ അറിയാം. കണ്ണിന് പരിക്ക് പറ്റി കാണാനും സാധ്യതയുണ്ട്. അദ്ദേഹം പാവ മനുഷ്യനായതുകൊണ്ടല്ലേ ഇത്തരം പ്രവർത്തികൾ മാധ്യമങ്ങൾ കാണിക്കുന്നത്. ഇതേസമയം തിരിഞ്ഞു രോഷത്തോടെ പ്രതികരിക്കുന്ന ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടാകുമായിരുന്നു. പുള്ളി ആയതുകൊണ്ട് നിലവിട്ട് പെരുമാറിയില്ല. കഷ്ടമായിപ്പോയി. ലാലേട്ടൻ്റെ ക്ഷമയുടെ ലെവൽ മനസ്സിലാക്കുന്നു. ലാലേട്ടനായത് ഭാഗ്യം. അമിതാഭ് ബച്ചനോ തെലുങ്ക് നടൻ ബാലയ്യൊക്കെ ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും സമചിത്തതയോടെ പെരുമാറുകയും മാധ്യമങ്ങളെ അവഗണിക്കാതെ മറുപടി നൽകാനും ശ്രമിക്കുന്ന ചുരുക്കം ചില മലയാള നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. രോഷം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കാനോ മോഹൻലാൽ താല്പര്യപ്പെടാറില്ല. മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ മോഹൻലാലിനോളം പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു നടനില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം പ്രേക്ഷകരോട് പ്രകടിപ്പിച്ചിട്ടില്ല. മോഹൻലാൽ ആയിരിക്കുക എളുപ്പമല്ല എന്നും ആളുകൾ വീഡിയോയ്ക്ക് താഴെ കുറിക്കുന്നുണ്ട്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ എത്തിയ തുടരുമാണ് അവസാനം റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം.